അടുത്തത് ഇൻസേർട്ടിലെ സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ സ്മാർട്ട് ആർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു വെൻ ഡയഗ്രം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓർഗനൈസേഷൻസ് ചാർട്ടോ അല്ലെങ്കിൽ ഒരു വെൻ ഡയഗ്രാമോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ചെയ്യാതെ ഓൾറെഡി ബിൽട്ടിൻ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെ സുഖം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്മാർട്ട് ആർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇത്രയും ഓപ്ഷൻസ് ബിൽട്ടിൻ ആയിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ചൂസ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതിൽ ഓൾ ഉണ്ട്. ഓൾ നിൽക്കുമ്പോൾ എല്ലാതും വരും. ഈ ലിസ്റ്റ് ആകുമ്പോൾ ഓരോ കാറ്റഗറി ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ആകുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അതുപോലെ സൈക്കിള്, അങ്ങനെ നമുക്ക് എങ്ങനത്തെ മോഡലാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു സ്മാർട്ട് ആർട്ട് ഡിസൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എടുക്കുന്ന സമയത്ത് അതിവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വന്നാൽ ഇവിടെ നോക്കൂ, 2 ടൂൾസ്, സ്മാർട്ട് ആർട്ട് ടൂൾസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസൈൻ ടൂളിൽ ഇവിടെ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേറൊരു സ്മാർട്ട് ആർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇമേജ് കൊണ്ടുവരാനുള്ളതാണ്. താഴെ ടെക്സ്റ്റ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കട്ടോ. അങ്ങനെ ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടം കൊടുക്കാം. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോവാം, നമുക്കിതിൽ ഏത് സ്റ്റൈലിലുള്ള സ്മാർട്ട് ആർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ആർട്ട് വരേണ്ടത്. അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ അല്ലേ. അടുത്തത് ചേഞ്ച് കളേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഇതൊരു ബ്ലൂ കളറായിട്ടാണ് വരിക. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഇവിടെ ലേഔട്ട്സ് ആണ്. ഈ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ് മാറാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ആർട്ട് അല്ലെങ്കിൽ ലേഔട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം. നമുക്കിതിൽ ഏതാ വേണ്ടത് വെച്ചാൽ കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കൊടുത്ത ആപ്പിൾ, ഓറഞ്ച് അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്മാർട്ട് ആർട്ടിൻ്റെ സ്റ്റൈൽ മാത്രമാണ്, ലേഔട്ട് മാത്രമാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഇനി ഇവിടെ റീസെറ്റ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് നിൽക്കുന്ന സമയത്ത്, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരുന്നോ അതിലോട്ട് മാറുന്നതാണ്. നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയോ അതൊക്കെ ഇതിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ആദ്യത്തെ രൂപത്തിലോട്ട് മാറുന്നതാണ്. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഓപ്ഷനാണ് ആഡ് ഷേപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 4 ഷേപ്പാണുള്ളത്. നമുക്ക് എക്സ്ട്രാ ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഷേപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, അടുത്തൊരു ഷേപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ. അടുത്തത് ആഡ് ബുള്ളറ്റ് ആണ്. നമുക്ക് ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിലാണ് ഇത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഒരു ഡോട്ട് വരും. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വീണ്ടും എൻ്റർ അടിക്കുന്ന സമയത്ത് അടുത്ത ഡോട്ട് വരും. അങ്ങനെ നമുക്ക് ബുള്ളറ്റ്സ് എന്താക്കാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ടൂളുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഫോർമാറ്റ് ടൂൾ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇത്രയാണ് ഷേപ്പിൽ പറയാനുള്ളത്. താങ്ക് യു.